കാരണം പുരുഷന്മാരുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞിടത്താണ് പുരുഷന്മാരുടെ വിജയം വന്നത്. അങ്ങനെ നാട്ടിലുള്ള പെൺപിള്ളേരൊക്കെ വഴിയേറ്റി പോകുന്നതാണോ? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നെ ആൺപിള്ളേർ വഴിയേറ്റി പോലും. അപ്പോൾ പുരുഷൻ ഇത് ആട്ടുകയും ചെയ്യും, ഇത് ആട്ടി എന്തെങ്കിലും ഫീലിങ്സ് വന്നാൽ പുറത്ത് പോവുകയും ചെയ്യും. ഈ ഇപ്പം റോജി പറഞ്ഞതനുസരിച്ച് സമൂഹം എന്തുകൊണ്ടോ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പണ്ട് കാലങ്ങളിൽ കുറേ ചെയ്യരുതുകളുണ്ടായിരുന്നു. അതായത് കാലാട്ടരുത്, മറ്റേ കട്ടിളപ്പടി ചവിട്ടരുത്, സൂര്യനെ നോക്കരുത്, മറ്റേ രാത്രിയിൽ നഖം വെട്ടരുത്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ അത് അധികം കേൾക്കാറില്ല. അങ്ങനെ അപ്പം അത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അത് കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ ഫോണിലോട്ട് തിരിഞ്ഞു. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ അത് പണ്ട് പറഞ്ഞിരുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ സമയമില്ല. ലോട്ട്സ് ഓഫ് സീരിയൽ കാണാനുണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുണ്ട്. ബാക്കിയുള്ള കാര്യം ഇപ്പോൾ പിള്ളേരാണെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ ഈ വഴി കേൾക്കില്ല. കാരണം കണ്ണിന് പവർ കൂടി, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിലോട്ട് മാത്രമായി ശ്രദ്ധ, കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആരും കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതിപ്പോൾ പറയാൻ ആരുമില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും ടി വിയിലോട്ട് തിരിഞ്ഞ്. പണ്ടൊന്നും ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല ജുബി. ഏതെങ്കിലും പിള്ളേർ സെറ്റുകളെ പണ്ടത്തെ കാലത്ത് അമ്മമാരാണെങ്കിലും അച്ഛന്മാരൊക്കെ ആണെങ്കിലും വൈകുന്നേരം സമയത്ത് എല്ലാ പിള്ളേരും വിളിച്ചിരുത്തി ഇതുങ്ങളെ പേടിപ്പിക്കാന്ന്, ഇതുങ്ങളെന്തെങ്കിലും പ്രേതക്കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് പേടിപ്പിക്കാന്ന് പറഞ്ഞ് ഭയങ്കര രസമുള്ള കാര്യം, ഭയങ്കര ശീലം. നമുക്ക് അതൊക്കെ കേട്ടിട്ട് വേണമെങ്കിൽ ഇപ്പൊ എന്ത് പ്രേതം എന്ന് പറഞ്ഞാൽ തന്നെ പിള്ളേർ ഇപ്പൊ ചിരിക്കും, എന്ത് പറഞ്ഞാലും പിള്ളേർ ഇപ്പൊ ചിരിക്കും. അതുകൊണ്ട് ഇപ്പൊ പണ്ടത്തെ അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഏൽക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ പോയി കേൾക്കുമായിരിക്കും. എന്റെ കുഞ്ഞിലെ അമ്മൂമ്മ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കട്ടളപ്പടിയിൽ ചവിട്ടരുത്, കാലാട്ടരുത്, ഈ എന്തുവാ ഈ അരകല്ലാടരുത്, സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അരകല്ലാടരുത്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ ഹിസ്റ്ററി പഠിക്കാൻ ചെന്നപ്പോൾ നമുക്കൊരു സാറ് വന്നു. സാറാ പറഞ്ഞത് ഇതിനൊക്കെ കുറെ വേറെ വശങ്ങളുണ്ടെന്ന്. വേറൊന്നുമല്ല, പണ്ട് ഈ കറണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരകല്ലാട്ടിന് അതിനകത്ത് വല്ല പഴുതാര എന്തെങ്കിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണില്ല. അതുപോലെ തന്നെ കർക്കിടകത്തിൽ മുക്കുറ്റി തൊടണം, അത് ഭയങ്കര ദൈവികമായിട്ടാണ് പറഞ്ഞിരുന്നത്. അതിന് പിന്നിലും ഒരു സയൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, കർക്കിടക മാസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളെല്ലാം ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയമാണെന്ന്. അപ്പൊ ഈ തലച്ചോറിലേക്ക് പോകുന്ന ഈ വെയിൻ നല്ല ഉണർവാകാൻ വേണ്ടിയിട്ട് ഒരു ഔഷധമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. അതിവിടെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലതാണ്. നഖം വെട്ടരുതെന്ന് പറയുന്നത്, രാത്രിയിൽ നഖം വെട്ടരുത്. അപ്പം പണ്ട് കാലങ്ങളിൽ ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ ആയിരിക്കും ഉണ്ടാകും. ഇത്രയും ഇതുപോലത്തെ ലൈറ്റോ സംഭവങ്ങളോ ഒന്നുമില്ല. മണ്ണെണ്ണ വിളക്കിൽ വെട്ടുന്നത് എങ്ങനെയാണ്, കത്തി വെച്ചിട്ടായിരിക്കും വെട്ടുക. അപ്പം നഖം വെട്ടിക്കഴിഞ്ഞാൽ ഇത് കാല് മുറിയാനോ കൈ മുറിയാനോ സാധ്യതകളുണ്ട്. പക്ഷെ ഇത് പറയുന്നത് അത് ഈ പേഴ്സ്പെക്റ്റീവ് മാറുമ്പോഴും വ്യത്യാസം വരും. ഒരു അമ്മൂമ്മ പറയാണ് മോളോട് പറയാണ്, മോളെ രാത്രി നഖം വെട്ടരുത്, അഴുക്ക. മോള് വലുതാവാൻ മോള് പറയണ, പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, രാത്രി നഖം വെട്ടരുത്, വീട്ടിൽ ദോഷം സംഭവിക്കും, മുടിഞ്ഞു പോകും. മനസ്സിലായി? എപ്പോഴും പണ്ട് പറഞ്ഞിട്ടുണ്ട് തലയെ കൈ വെച്ച് ഇരിക്കരുതെന്ന്. വെറുതെ ഇരിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ കൈ വെച്ചിരിക്കരുത്, തലയെ കൈ വെച്ചാൽ മുടിഞ്ഞു പോകുന്നു. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ പറയാ, ഒരു അമ്മൂമ്മ പറയാണ്, മോനെ തലയെ കൈ വെച്ചിരുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രാകുന്നതിൻ്റെ കൂട്ടാ, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത്, ഇതായിരിക്കും പറഞ്ഞത്. പക്ഷെ അടുത്ത ആൾ പറയുമ്പോൾ ഒരു വേർഡ് എക്സ്ട്രാ കയറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ശരിക്കും പേടിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ല, ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക എന്നായിരുന്നു പണ്ട് കാലങ്ങളിലുള്ള തിയറി. എല്ലാ കാര്യങ്ങളിലും ഒന്നുകിൽ ഭയപ്പെടുത്തുക, ഭയപ്പെടുത്തിയിട്ട് ഭയപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം ചെയ്യും. പക്ഷെ ഇന്ന് കാലങ്ങളിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ അറിവുകൾ ശരിയാണോ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ബോധം എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. എപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്, നമ്മൾ വായിച്ച കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ, ഇതെല്ലാം ശരിയാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ സാധനം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരെ ഇടപഴകുമ്പോൾ അവർ പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ എടാ ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചേ, അപ്പോൾ ഈ കാലാട്ടരുത് എന്ന് പറയുന്ന സയൻസ് എന്താ? പച്ചയ്ക്ക് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പണ്ട് കാലങ്ങളിൽ സ്ത്രീകളെ ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന കാലഘട്ടമുണ്ട്. പണ്ട് കാലങ്ങളില്ല, പണ്ടേ മുതൽ എനിക്ക് തോന്നുന്നു തുടക്കം മുതലേ സ്ത്രീകളെയാണ് ഒതുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ കാലാട്ടരുത്, കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെക്കരുത്, മനസ്സിലായോ, ഈ എന്താ പറയുക കാല് കവച്ച് കിടന്ന് ഉറങ്ങരുത് എന്നൊക്കെ പറയുന്നതിന് എന്തായിരിക്കും? ഒതുങ്ങി എപ്പോഴും ഒതുക്കി എന്തായിരിക്കും കാരണം? ഇവര് ഭയങ്കര സ്ട്രോങ്ങാണ്. സ്ത്രീകൾ മെന്റലി ഭയങ്കര സ്ട്രോങ്ങാണ്. പുരുഷന്മാർ ഭയങ്കര വീക്കോ മെന്റലി, ഇമോഷണലി ഇവർ ഭയങ്കര സ്ട്രോങ്ങാണ്. അതുകൊണ്ടാണ്
ഈ സൂയിസൈഡ് നിരക്കിൽ പുരുഷന്മാരുടെ എണ്ണം കൂടാനും സ്ത്രീകളുടെ എണ്ണം വളരെ കുറയാനുള്ള കാരണം മനസ്സിലായി. സയൻറ്റിഫിക്കലി എങ്ങനെയാണ് ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അപാര കഴിവുണ്ട്, മൾട്ടി ടാലൻറ്റഡ് ആണ്, ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പുരുഷന്മാരെക്കാളും വേഗത സ്ത്രീകൾക്കാണ് ഈ കാര്യങ്ങൾക്ക്. അപ്പം ഇതെല്ലാം പുരുഷന്മാർക്ക് അറിയാം. പക്ഷേ നമ്മുടെ ഒരു പുരുഷ കേന്ദ്രിത ഒരു സമൂഹം ആയിരുന്നു നമ്മുടെ. കാരണം പുരുഷന്മാരുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞിടത്താണ് പുരുഷന്മാരുടെ വിജയം വന്നത്. പുരുഷന്മാർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ലൈംഗികമായ കാര്യങ്ങളിൽ പുരുഷന്മാരുടെ വീക്ക്നെസ് എന്താണ്, മറ്റു പല കാര്യങ്ങൾ എന്താണ് വീക്ക്നെസ്, കുടുംബം നോക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് വീക്ക്നെസ്, കുഞ്ഞുങ്ങൾ നോക്കുന്ന കാര്യത്തിലുള്ള വീക്ക്നെസ്. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഒരു കഴുതേനെ പോലെ അല്ലെങ്കിൽ ഒരു പോത്തിനെ പോലെ പുറത്ത് പോയി വലിയ ജോലികളൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല, മനസ്സിലായോ? പിന്നെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അന്ന് സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പുരുഷന്മാർക്ക് പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രത്യേക സ്കില്ല, അത് നമുക്കതില്ല. ഇപ്പം എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് എത്രേ ഉള്ളൂ, ഈ സാധനം പുരുഷന്മാർക്ക് ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കാര്യങ്ങളിൽ എല്ലാ സദസ്സിലും പുരുഷന്മാർ മാത്രമാണ്, സ്ത്രീകളെ അതിനകത്ത് ഉൾപ്പെടുത്തില്ല, മനസ്സിലായോ? അപ്പോൾ അതായത് അവർ പറയുന്നത് പോലും മുഖവിലേക്ക് എടുക്കാൻ പാടില്ല. അതായത് പെണ്ണിന് അധികാരം കിട്ടിയാൽ രാജ്യം അല്ലെങ്കിൽ അത് തകർന്നു പോകുന്നപ്പോൾ കേട്ടിട്ടുണ്ടോ? ആക്ച്വലി ഇതാണ് കാര്യം. അപ്പോൾ ഈ കാലാട്ടം എന്ന് പറഞ്ഞ സാധനം, അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ത്രീകളെ ഒതുക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെയെങ്കിൽ കാലാട്ടുന്നത് വളരെ മോശമാണെങ്കിൽ പുരുഷന്മാരെ കൊണ്ടും കാലാട്ടിക്കരുത്, പുരുഷന്മാരുടെ കാലിൻ്റെ മുകളിൽ കാല് കയറ്റിക്ക് വെപ്പിക്കുകയും ചെയ്യരുത്. ഈ നമ്മുടെ രണ്ട് തുടഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ലൈംഗികമായ അവയവം ഇരിക്കുന്നത് ഈ സ്ത്രീക്കും പുരുഷനും സെയിം പൊസിഷനിലാണ്. ഈ നമ്മൾ ഈ കാലിട്ട് നമ്മളിങ്ങനെ ആട്ടൂല്ലേ, ഈ ആട്ടുമ്പോൾ തന്നെ പതുക്കെ എന്തോ ഒരു ഫീല് അല്ലെങ്കിൽ ഈ അതിനോട് സെക്ഷുവലി താല്പര്യമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. ആ ഒരു പോയിന്റിൽ പതുക്കെ ഒരു ജെർക്കിങ്ങും പതുക്കെ ഒരു ഷെയ്ക്കിങ്ങും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു സ്റ്റിമുലേഷൻ വരും നമുക്ക് ബ്രെയിനിൽ. അതായത് ശരീരം എപ്പോഴും ഐഡൻറ്റിറ്റി ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ ബോഡിയിൽ ആരെങ്കിലും ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ സാധനം കാണുമ്പോഴേക്കും ഈ സ്റ്റിമുലേറ്റിംഗ് വരുന്നത്. ഈ സാധനം വർക്കായിക്കൊണ്ടിരിക്കും പെൺകുട്ടികളിൽ ചെറുപ്പകാലഘട്ടത്തിൽ. ഈ സാധനം വർക്കാവും. ഇതിന് വർക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. വർക്ക് ചെയ്താൽ വഴിയേറ്റി പോകുന്നതാണ് ചിന്ത. ഈ വഴിയെറ്റി പോകുമെന്ന് ആരോ ഇതിന് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മനസ്സിലാക്കിയ സാധനമാണ് ഈ പെൺകുട്ടികളോട്ട് മൊത്തം ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നാട്ടിലുള്ള പെൺപിള്ളേരൊക്കെ വഴിയെറ്റി പോകുന്നതാണോ? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നെ ആൺപിള്ളേർ വഴിയിട്ട് പോലും. അപ്പോൾ പുരുഷൻ ഇത് ആട്ടുകയും ചെയ്യും, ഇത് ആട്ടി എന്തെങ്കിലും ഫീലിങ്സ് വന്നാൽ പുറത്ത് പോവുകയും ചെയ്യും. പെൺകുട്ടികൾ പുറത്ത് പോകാൻ പാടില്ല. ആക്ച്വലി എന്താ ഇതിനകത്ത് ബേസിക് തിയറി എന്താ? ഒരു പുരുഷന് അറ്റ് എ ടൈം ഒരു സ്ത്രീയെ മാത്രമേ സംതൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ഇതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനിടയിൽ ഏതൊരുത്തം വന്ന് കംപ്ലൈൻറ്റ് ഉണ്ട്, ഇങ്ങ് വിട്, ഞാനിപ്പോൾ ഇങ്ങ് ശരിയാക്കി കൊടുക്കാം. ഒന്നുമില്ല, ഒരു ശരിയാക്കലും ഇല്ല, മനസ്സിലായോ? അതിന് ഈ അതിൻ്റെ ബയോളജിക്കൽ പ്രൊസീജിയർ അറിയാത്തതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സാധനം ഉള്ളതുകൊണ്ട്, പക്ഷേ സ്ത്രീനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. എത്ര പേരോടെങ്കിലും മാനേജ് ചെയ്യാം. ഞാൻ പറയുന്നത് അങ്ങനെ പറ്റി പറയുന്നത് എത്ര പേരോട് മാനേജ് ചെയ്യാം. കാരണം പുരുഷനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ആ ഒരു അവയവം ഒരുപാട് നേരം സ്ട്രോങ് ആക്കി നിർത്താൻ, പേശികളാണല്ലോ, പേശികൾ സ്ട്രോങ് ആക്കി നിർത്തേണ്ട ഒരു ആരോഗ്യപരമായ ഒരു കാര്യമുണ്ട്. അപ്പം നമുക്ക് എന്തോരം നമ്മുടെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചെടുക്കാൻ പറ്റും? 10 മിനിറ്റ് 15 മിനിറ്റ്. അത് കഴിഞ്ഞാൽ കൈ പതുക്കെ താഴും. ഈ സെയിം പ്രൊസീജിയർ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ അടിച്ചൊതുക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ആ ഒരു സാധനം ഇല്ല. ഈ ഇപ്പം റോജി പറഞ്ഞതനുസരിച്ച് സമൂഹം എന്തുകൊണ്ടോ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇപ്പം ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ സ്ത്രീകൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഏത് സെക്ടർ നോക്കിയാലും സ്ത്രീകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്, പേരും എടുക്കുന്നുണ്ട്, പ്രശസ്തി ഇടുന്നുണ്ട്. അപ്പം ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരവ് നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ തിങ്കിങ് ഒക്കെ തോട്ട്സ് ഒക്കെ ഡിഫറെന്റ് അല്ലേ? ഇതൊന്നും വിശ്വസിക്കുന്നേ ഇല്ല. ഇതൊന്നും കേൾക്കാനുള്ള സമയമില്ല അവർക്ക്. ഈ അതാ ചോദിച്ചത്. ഇപ്പം നമുക്കിപ്പോൾ കേൾക്കാൻ നിന്ന് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ വിളിച്ചിരുത്തിട്ട് കുഞ്ഞിനോട് പറയാം, മോനെ കാലാട്ടരുത്, നഖം വെട്ടരുത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി മുഖവിലേക്ക് എടുക്കും. ശരിക്കും എനിക്ക് തോന്നിയേക്കണത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് 3-4 മക്കളുള്ളവരോട് സംസാരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ബോധപൂർവമായിട്ട് നമുക്ക് റിപ്ലൈ തരുന്നത് ഇപ്പോഴത്തെ കാലത്ത് കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്രത്തെ വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നത്? നിങ്ങൾ 90 കിഡ്സ് അല്ലേ? ഈ 90 കിഡ്സ് അല്ലേ ഇത്ര സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്? അല്ല, കേട്ടോ, വിഷയം കേട്ടോ, സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതും നിങ്ങൾക്ക് വേറെ വിഷയങ്ങളില്ലേ? ആക്ച്വലി നമുക്കറിയാം നമുക്ക് വേറെ വിഷയങ്ങളുണ്ട് സംസാരിക്കേണ്ടത്. പക്ഷേ
ഇത്തരത്തിലുള്ള ടോക്കുകൾ ഇത് നമ്മൾ ആദ്യമേ വിട്ട് പറയുന്നത് നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാണ്. നമ്മൾ ചെറിയ ടോപ്പിക്കിന് എടുത്തിട്ട് 3 പേര് വളരെ രസകരമായി അതിനെ കുഞ്ഞ് ടോപ്പിക്കായിട്ട് അതായത് ഇതിനെപ്പറ്റി PhD പഠിച്ച് ഒരാളിവിടെ കൊണ്ടിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് നോർമലായ ആളുകളുടെ തോട്ട് പ്രോസസ്സിങ് എടുക്കുന്ന നോർമൽ ടോക്കാണ് നമ്മൾ സംസാരിക്കുന്നത്, സാധാ സംസാരം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവനൊരു കുറച്ച് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കുൽസിതമല്ലാതെ ഈ സെക്ഷുവാലിറ്റി കാര്യങ്ങളില്ലാതെ ജൂബി അൾട്ടിമേറ്റ് ഇമോഷനാണ് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മളൊരാളെ പറ്റിക്കുന്നത്, നമ്മളൊരാളെ കൊല്ലുന്നത്, നമ്മളൊരാളെ ഉപദ്രവിക്കുന്നത്, നമ്മളൊരാളെ തല്ലുന്നത്, നമ്മുടെ അച്ഛനമ്മയോട് സ്നേഹമില്ലാത്തത്, ഭാര്യനെ ഉപേക്ഷിക്കുന്നത്, മക്കളെ ഉപദ്രവിക്കുന്നത്, എല്ലാം ഇമോഷനാണ്. ഈ ഇമോഷൻ എല്ലാം ക്രിയേറ്റ് ആവുന്നത് നമ്മൾ എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഈ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഇമോഷൻ എല്ലാം ക്രിയേറ്റ് ആവുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ കാരണം അതായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരാൾ പെട്ടെന്നൊരു നിമിഷം അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ല, മറ്റേത് നിരന്തരമായുള്ള സൈക്കോ ആൾക്കാരുണ്ട് ഈ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇതിന് 90s ആൾക്കാർ നിങ്ങൾ 90s അല്ലേ, 90s ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ചർച്ചകളൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അതായത് ഇപ്പം നിങ്ങൾ ഇതിനെ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഫ്രീഡം അല്ലേ, അവരിഷ്ടമുള്ളത് ചെയ്യും. നിങ്ങൾ പിന്നെ മറ്റേ എന്താ പറയുക അഭിഹിതത്തെ പറ്റി സംസാരിക്കുന്നു, നിങ്ങൾ മറ്റേ ഭാര്യ റിലേഷൻഷിപ്പ് സംസാരിക്കുന്നു, ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇതെല്ലാവർക്കും ഫ്രീഡം. അപ്പോൾ ഈ പറയുന്ന ആൾ 2K കിഡ് ആണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. 2K കിഡ് എന്ന് പറയുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. 2000 ജനിച്ച, ഇപ്പൊ 2024 ആണല്ലോ, 2000 ജനിച്ച ആളുകളെയാണ് 2K കിട്ടുന്നതാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. അതായത് മിനിമം ഒരു 10, 15, 16 വയസ്സ്, 15 വയസ്സ് ആയ കുട്ടികളെയാണ് ശരിക്കും നമുക്ക് 2K കിട്ടുന്ന വിളിക്കാൻ പറ്റുള്ളൂ. എന്താ കാര്യം എന്ന് പറയുമ്പോൾ ടെക്നോളജിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഈ 10, 12, 13 വർഷം, 14, 15 വർഷം ആയിട്ടുള്ളൂ. അവിടെയാണ് ആ കുട്ടികളാണ് ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ജീവിക്കുന്നത്. 2000 അല്ലെങ്കിൽ 2010 ജനിച്ചവരെ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ജനിച്ചവരെ 2K കിട്ടായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല. 90 കിഡ്സിൻ്റെ ആ ഒരു പാറ്റേൺ ലൈഫ് ഉണ്ടല്ലോ, അതായത് പഴമയിൽ നിന്ന് പുതുമയിലോട്ട് പോകുന്നൊരു ട്രാവൽ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ അത് ഏകദേശം ടെക്നോളജിയിലെത്തി. അത് 90s തൊട്ട് ഏകദേശം 2010 മുതലുള്ള ഈ ട്രാവലിംഗ് സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമുക്ക് അതും അറിയാം, നമുക്ക് ഇതും അറിയാം, നമുക്ക് രണ്ടും അറിയാം. പഴയ ആളുകൾക്ക് ഇതറിയില്ല, പുതിയ ആളുകൾക്ക് അതും അറിയില്ല, പക്ഷെ നമുക്ക് രണ്ടും അറിയാവുന്ന സ്റ്റേജിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾക്കറിയാം ഇതെല്ലാവരുടെ ഫ്രീഡം ആണെന്ന്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഇതെല്ലാവരുടെ ഫ്രീഡം ആണെന്ന്. ഇത് നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടല്ല, നമ്മൾ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ പാറ്റേൺ. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ശരി അപ്പം നീ 90 കിഡ്സ് ആണെന്നല്ല പറയുന്നത്. 90 കിഡ്സ് അല്ല, അത് മറ്റൊരു സത്യം. 23 വയസ്സുണ്ട്, 24 വയസ്സുണ്ട്. 90 കിഡ്സ് അല്ല, സോറി, 2K കിഡ് അല്ല, അതായത് 2K കിഡ് അല്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇത്രയും, അതായത് സെക്ഷുവാലിറ്റി എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, ബാക്കി എല്ലാത്തിനെല്ലാം ഫ്രീഡം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതിനെ ടോക്സിക് ആണെന്ന് ചോദിച്ചാൽ, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ടോക്സിസിറ്റി വരുന്നു. അതായത് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടീം, ആ ബെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ട് സാധനമാണ്, മനസ്സിലായോ? അത് അപ്പോൾ ലവർ അത് വേറെ കാറ്റഗറി. അപ്പോൾ ഈ 2K കിഡ് എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളുന്ന ഈ ചെറിയ കുട്ടികൾ, അവർക്ക് ടോക്സിക് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് വൈഡായിട്ട് ചിന്തിച്ചുകൂടാ? അപ്പോൾ ചില വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു, അതായത് ഇവർ ഇങ്ങനെ കാണുമ്പോൾ ഈ പഴയ കാര്യങ്ങൾ, ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അവരെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം അവർക്ക് ചെയ്യണമായിരിക്കും, ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ നമ്മൾ അതിൻ്റെ ഒരു റിയാലിറ്റി പോയിന്റ് പറയുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു കാമുകൻ വന്നു കഴിഞ്ഞാൽ കാമുകൻ ഇങ്ങനെയൊക്കെ പെരുമാറണം നിർബന്ധമാണ്, മനസ്സിലായോ? ഈ ഫ്രീഡം ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാമുകൻ എന്ത് ചെയ്തു സംസാരിക്കാനുള്ള ഫ്രീഡം ഇല്ലേ? അപ്പോൾ ആ ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലേ? അതിനെപ്പറ്റി സംസാരിക്കില്ല. ഇനി എന്തെങ്കിലും ഒരു അഭിയത്തെ പറ്റി സംസാരിച്ചാൽ എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? സെക്ഷുവാലിറ്റി ഒക്കെ ഭയങ്കര ഓപ്പണായ കാര്യമല്ലേ? ആ ഇഷ്ടമുള്ളവരായിട്ടൊക്കെ സെക്സ് ചെയ്യുന്നു. സ്വന്തം കാമുകനോ പാർട്ണറോ ചെയ്ത അംഗീകരിക്കാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് പറയുമ്പോഴും ഉള്ളിൽ അങ്ങനെയല്ല. ശരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ പോലും ഈ 2K കിഡ് ആണെന്ന് പറഞ്ഞാൽ ട്രഡീഷണലി അവർ ഉള്ളിൽ ഈ ട്രഡീഷണൽ സ്വഭാവമുള്ളവർ തന്നെ. പിന്നെ ജൂബി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോഴും അമേരിക്കയുടെ ഒക്കെ എത്രയോ വർഷം പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്, മനസ്സിലായോ? അവിടുത്തെ ഉള്ള സാധനങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുള്ളൂ. ഈ ഇൻഫർമേഷൻ റീൽസ് വഴി മറ്റുള്ള വീഡിയോ വഴി കാണുന്നു മാത്രമേ ഉള്ളൂ ഈ കുട്ടികൾ. ഇവരിപ്പോഴും ഇവർക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല.
അതിന്റെ ഫ്രസ്ട്രേഷൻ. അല്ലല്ല, ശ്രദ്ധിച്ചു കേട്ടോ, അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതായത് പുതിയ ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ച് ഫ്രീഡത്തെ പറ്റി സംസാരിക്കുമ്പോഴും അവർക്ക് ഫ്രീഡം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന് ഇപ്പോഴും ധാരണയില്ല. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലുള്ള കുട്ടികൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന ടെക്നോളജി നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും അനുഭവിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റേ ആധുനിക ലോകത്താണെന്ന്, ടെക്നോളജിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ആയിട്ടില്ല. പക്ഷേ അത് പറയുമ്പോഴേ റിയാലിറ്റിയുടെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ കുറേ കുട്ടികളുണ്ട് കൊറിയൻ BTS ആർമി അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊറിയൻ സംഭവങ്ങളെ ഇഷ്ടപ്പെടുന്ന ഭയങ്കര അവരുടെ ഫാൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ശരിക്കുമുള്ള ഒരു ഉത്തര കൊറിയയിലെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ നോക്കിയാൽ എന്താ ഭീകരമാണ്. ഒരു 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 എന്താണ് ഒരു ഫേസ്ബുക്കോ അല്ലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാത്ത സമൂഹം ഇപ്പോഴും ഉണ്ട്. അപ്പം ഇവരെന്താ ഈ കാണുന്ന കാര്യങ്ങൾ, ഈ വീഡിയോയിൽ കാണുന്ന ഭംഗിയുള്ള കാര്യങ്ങൾ, അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണം എന്നുള്ള സാധനമാണ്. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന പഴയ കാര്യങ്ങളെല്ലാം പറയുന്നതും ഈ ഒരു ബ്രോ പറഞ്ഞ പോലെ ഒരു ഇമോഷൻ്റെ പുറത്താണ്. ഈ പറയുന്ന കാലാട്ടരുത്, നഖം വെട്ടരുത്, ഈ ഇമോഷനാണ് കൊടുക്കുന്നത്. ഈ ഇമോഷനാണ് ഇൻജക്റ്റ് ചെയ്യുന്നത്. ബ്രോ പറഞ്ഞ പോലെ ഇപ്പം നഖം വെട്ടരുത്, കാലാട്ടരുത് എന്ന് പറയുന്നത് ഇയാൾ ഉദ്ദേശിക്കുന്ന വേറെ പോയിന്റാണ്. അത് പക്ഷെ പറയപ്പെടുന്ന വേറെ പോയിന്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.